ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്ന കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അരി തിളയ്ക്കാൻ വെച്ചു. അരി തിളച്ച് കഴിഞ്ഞ് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളമെല്ലാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കടയിലൊന്ന് പോകണം. സാധനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ കടയിലൊന്ന് പോകണം. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഈ സോളാറിൻ്റെ ഒരു ഇതെടുത്തു. കണക്ഷൻ കിട്ടിയില്ല. കണക്ഷൻ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അവർ വന്നു ഒന്ന് നോക്കിയിട്ടൊക്കെ പോയി. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉണ്ടായ പുതിയൊരു ആത്തയ്ക്കായ. പണ്ട് ഇപ്പോൾ കുറേ വർഷത്തിന് മുമ്പിൽ ലച്ചുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയ ആത്തമരമാണ്. അങ്ങനെ അതിപ്പോൾ കിട്ടി. അതിപ്പോൾ കായായി. ഇത് കുറച്ച് നെല്ലിപ്പുളിയുണ്ട്. പിന്നെ രാവിലത്തെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കടയിലോട്ട് പോകാനായിട്ട് പോവാം. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണെന്നുള്ള കാര്യം ഓർത്തില്ല. മീനൊന്നും വന്നില്ല. അപ്പം മീൻ വാങ്ങിക്കാനായിട്ട് പോയി എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മീനൊന്നുമില്ല. പിന്നെ അവിടുന്ന് കുറച്ച് ചിക്കന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ചിക്കൻ കറി വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ പിച്ചാത്തിയുടെ മൂർച്ച അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്നൊരു കത്രിക ഓർഡർ ചെയ്തതാണ്. പക്ഷെ കുഴപ്പമില്ല, 199 രൂപയേ ഉള്ളൂ. ഇന്നലെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് നല്ല മൂർച്ചയുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ എല്ലാം കഴുകി എല്ലാം റെഡിയാക്കി വെച്ച്. ആ കാലിൽ ലച്ചുവിന് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പേരെന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല എന്തുവാണെന്ന്. അങ്ങനെ ചിക്കനെല്ലാം പുരട്ടിയെല്ലാം ഒക്കെ വെച്ചു. എല്ലാം കുറച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാക്കി ഇരിക്കുന്ന 2 കാലെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു. എനിക്കെന്തോ ചെയ്യാനാണ്. പിന്നെ ഉള്ളിയൊക്കെ പൊളിക്കുന്നതും ഒക്കെ അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതെല്ലാം പിന്നെ ഇനി പ്രത്യേകിച്ച് എന്തോ അതിനകത്ത് പറയാൻ. അങ്ങനെ ചിക്കനെല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. പിന്നെ നമ്മുടെ ടെസ്റ്റർ ലച്ചു വന്നല്ലോ. ഒന്നെല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.